ആർ ലാൽ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മയുടെയും രമ്യയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെയൊക്കെ വാഗമൺ ടൂർ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വണ്ടിയിൽ വന്ന പാടെ കുറച്ച് സെൽഫിയൊക്കെ അങ്ങോട്ട് എടുക്കുമായിരുന്നേ. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമാണ് ടൂറിന് പോയെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? എല്ലാവരെയൊക്കെ ഒന്ന് കാണണ്ടേ? വഴിക്കുള്ള പ്രകൃതി രമണികളെ ഒന്നും വിടാതെ തന്നെ രമ്യ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ രമ്യ ആയിരുന്നു എൻ്റെ ക്യാമറമാൻ. കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. കൂടെ ഉള്ളത് സുനിത ചേച്ചിയാണ്, അമ്മയുടെ കൂട്ടുകാരി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണേ. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കാണുന്നില്ലേ, ഹോട്ടലിൽ നിന്ന്, ആ ഹോട്ടലിനാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കഴിക്കാൻ വന്നപ്പം വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല കേട്ടോ. കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത്രയ്ക്ക് വിശന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇവരെല്ലാം നമ്മുടെ കൂടെ വന്നവരാണേ. അവരൊക്കെ കാപ്പി കുടിച്ചിട്ട് ബസ്സിൽ കയറാനായിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പോയ ബസ് താണ്ട ഇതായിരുന്നു കേട്ടോ. പിന്നെ ദാണ്ട ബസ്സിൽ കയറി കഴിഞ്ഞ് കുഞ്ഞു മക്കളുടെയൊക്കെ ഡാൻസ് ആയിരുന്നു. നീലൂട്ടിയും പിന്നെ ദാണ്ട് ഈ ഒരു മോളുമായിരുന്നു മെയിനായിട്ട്. ആ മോളുടെ പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. പിന്നെ ദാണ്ട പ്രകൃതി രമണികളെ ഒന്നിനെയും വിടത്തില്ലെന്നും പറഞ്ഞ് രമ്യ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുമായിരുന്നേ. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. ഓരോ കാഴ്ചകളും ഒന്നിനൊന്നിനും മെച്ചമെന്ന് തന്നെ വേണം പറയാം. ഇതിൻ്റെ എല്ലാം ഷോട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ മോട്ടിവേഷൻ വീഡിയോയും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 21 വർഷമാകുന്നേ. ആദ്യമായിട്ട് കേട്ടോ അണ്ണനും മക്കളും ഇല്ലാതെ ഒരു ട്രിപ്പ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അമ്മയുടെ നാത്തൂൻ്റെയൊക്കെ കൂടെ പോയാൽ സന്തോഷം കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ സന്തോഷത്തെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പോരുന്ന പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അധികം അങ്ങോട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ മറന്നുപോയി. അമ്മയുടെ തൊഴിലുറപ്പ് ടീമാണ് കേട്ടോ. അവരുടെ കൂടെയാണ് നമ്മൾ ടൂറിന് പോയത്. അവരെല്ലാ വർഷവും അവിടുന്ന് പോകുന്നതാണ്. കഴിഞ്ഞ വർഷവും അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അത് അമ്മയ്ക്ക് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ വർഷമെങ്കിലും അമ്മയുടെ കൂടെ പോകണം എന്ന് വിചാരിച്ച് പോയത്. ഫുൾ ചിലവ് അമ്മയുടെ ആയിരുന്നു. എൻ്റെയും രമ്യയുടെയും മക്കളുടെ എല്ലാം ഫുൾ ചിലവ് അമ്മ തന്നെയാണ് എടുത്തത്. നിച്ചുകുട്ടനെയും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അവൻ പറഞ്ഞ് എല്ലാം സ്ത്രീജനങ്ങളാണ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോസ്റ്റായി പോകും എന്നും പറഞ്ഞാണ് അവൻ വരാതിരുന്നത്. പക്ഷേ വേറെ അവൻ്റെ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അറിയാമെങ്കിൽ ഞാൻ അവനെയും കൊണ്ടുപോയേനെ. ഇത് അവിടുത്തെ ഏതോ ഫേമസ് ആയിട്ടുള്ള ഒരു തേയിലത്തോട്ടമാണ്. അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. അവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വാഗമൺ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷോട്ട് ഇട്ടത് ഇവിടുത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും സെൽഫി മുഖ്യം. നമ്മൾ അവിടെ നിന്നും സെൽഫി എടുത്തു. സെൽഫി എടുക്കാൻ മറന്നു പോകരുതല്ലോ. 2 കുരുന്നുകളും ദാണ്ട് മുഖം പൊത്തി പിടിച്ചേക്കുന്നുണ്ടോ വെയിൽ കാരണം. അത്രയ്ക്ക് വെയിലായിരുന്നേ. അങ്ങനെ ഫൈനലി നമ്മൾ ദാണ്ടെ വാഗമണിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പൊന്നോ പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ കുടയൊക്കെ പിടിച്ചാണേ നീന്നത്. പക്ഷേ നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്തേക്ക് പോകുന്നതനുസരിച്ച് ചൂടിൻ്റെ കാഠിന്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഞാൻ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ കാണുന്നത്. നമ്മളില്ല വീട്ടിൽ പോകുന്നു പെട്ടെന്ന് പോരുന്നു. അവിടെ ഉള്ളവരൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അതൊക്കെ ഒരു വിധത്തിൽ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോകുമ്പോൾ നല്ല ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ പോയി. അല്ലാതെ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മളെ അനുവദിക്കുമോ? അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ തേയിലോ ഐസ്ക്രീം അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തേയിലയായിരുന്നു ഇതാണ്ട്, മൊത്തത്തിൽ തേയിലയായിരുന്നു കേട്ടോ. നമ്മുടെ പൈൻ ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നതിന് മുമ്പേ അവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ അവിടെ. പൈൻ ഫോറസ്റ്റിനകത്തേക്ക് നമ്മളിങ്ങനെ കയറി വന്നപ്പോഴേ അവിടെ ദാണ്ട് ഇങ്ങനെ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും, നമ്മുടെ നക്ഷത്രങ്ങൾക്ക് ചേരുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിക്കോ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ടൂറിസ്റ്റുകളെ ഇത്രയ്ക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണപ്പോൾ ഇത്ര ഇരിക്കുന്നത്? പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത്, അല്ലാതിപ്പോൾ എന്തോ ചെയ്യാനാ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ. ഒരു പക്ഷേ ആ ക്ലൈമറ്റ് ആയിരിക്കാം ആളുകളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ അതാണ്ട് സുനിത ചേച്ചി ആണെങ്കിൽ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കുവേ. കാരണം ചേച്ചിയുടെ 2 മക്കളും ഗൾഫിലാണ്. അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കും. അപ്പോൾ അതുകൂടെ നമ്മൾ നിന്ന് സെൽഫി എടുക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകത്തില്ലായിരുന്നേ. ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ വരുമ്പോൾ മാറി മാറി വരുമ്പോൾ ആ മക്കളെ ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നേ. അങ്ങനെ ഫോട്ടോ എടുപ്പായിരുന്നു ചുരുക്കം പറഞ്ഞാൽ. പിന്നെ ദാണ്ട് ഇത് മൊത്തവും ഫോട്ടോഷൂട്ട് അപാരതകളാണോ എന്ന് പറയാം. നമ്മുടെ റീൽസിന് വേണ്ടിയിട്ട്, ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അയ്യോ, ഈ കാട്ടിലോട്ട് കയറി പോകുമ്പോൾ അമ്മ കടന്ന് ബഹളം വെക്കും. പിള്ളേരെ കാട്ടിനകത്ത് കയറിപ്പോൾ അവിടെ എന്തെങ്കിലും കാണുമോ? ഒന്നാമതേ പാമ്പിൻ്റെ കാലം. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ കാട്ടിലും മേട്ടിലും എല്ലാം പോയി കയറി ഞാൻ വീഡിയോ എടുക്കാനായിട്ട്. ഇതൊക്കെ നീലമ്മയെ കൊണ്ട് റീൽസ് അടിപ്പിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. രമ്യ രാജേഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ കയറി നോക്കിയാൽ മതി. അവിടെ കാണാം നീലമ്മയുടെ ഡാൻസുകളൊക്കെ. പിന്നെ ഞാനും രമ്യയും കൂടെ ദാണ്ട് ഒരു സെൽഫി എടുത്ത്. ഇത് പിന്നെ നമ്മളൊരു റീൽസ് ചെയ്യാനായിട്ട് എടുത്തായിരുന്നു കേട്ടോ. ഇത് ഞാൻ പക്ഷേ ഷോർട്ടായിട്ട് ഇടാൻ അങ്ങ് മറന്നുപോയി. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാട്ടോ അത് ഓർത്തത്. പിന്നാണ്ട് തിരിച്ച് കയറുകയാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അങ്ങ് ഇറങ്ങിപ്പോയി. തിരിച്ച് പിന്നെ എങ്ങനെ കയറിയെന്ന് അറിയാൻ വയ്യ. പക്ഷേ അമ്മയൊക്കെ നല്ല വൃത്തിയായിട്ട് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ ഈ യാത്ര നല്ല വൃത്തിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേർക്ക് ടോയ്സ് മേടിക്കാനൊക്കെ കയറിയപ്പോൾ അവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തതാണേ. പിന്നെ നമ്മൾ തേയില, കായം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അമ്മ തന്നെ നീലമ്മയും കൊണ്ട് എല്ലാ കടകളിലും കയറുന്നുണ്ടായിരുന്നേ.
പിന്നെ എല്ലാവരും കൂടെ വന്നാണ്ട് ഐസ്ക്രീം കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ്. അന്നേരം ആഹാ എൻ്റെ മുഖം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സെൽഫി വീഡിയോ എടുത്തതാണ് ഐസ്ക്രീം കഴിക്കുന്നത്. നമ്മൾ വന്ന സമയത്തെ ഇവിടെ അതിനു വേണ്ടി വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നോക്കടേപ്പാ കിടക്കുന്ന എന്തോരോ വണ്ടി. അപ്പോഴും ഞാനും രമ്യയും ചോദിച്ചു എന്തിനാടെ ഇത്രയും വണ്ടി വരുന്നത്, ഇവിടെ ഇത്രയും വലുതായിട്ട് കാണാൻ എന്താണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ ക്ലൈമറ്റ് ആയിരിക്കും. ക്ലൈമറ്റ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ക്ലൈമറ്റാണ് കേട്ടോ, നല്ല തണുപ്പാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിനകത്തോട്ട് കയറി കഴിയുമ്പോൾ. പിന്നെ നമ്മൾ അടുത്തത് വന്നത് മുട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ്. എൻ്റെ അപ്പം മൊത്തവും കുന്നുകളും മലകളും. പക്ഷേ ഈ അമ്മമാരൊക്കെ ഉണ്ടല്ലേ കുന്നുകളും മലകളുമെന്നൊന്നും നോക്കാതെ ഇവിടെ എല്ലാം കയറി ഇറങ്ങുന്നുണ്ടായിരുന്നേ. എനിക്കിങ്ങോട്ടൊക്കെ കയറാനായിട്ട് നല്ല പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കയറിയത്. ഞാൻ ഈ ഒരൊറ്റ കുന്നിലേ കയറിയുള്ളൂ. മുട്ടപ്പാറയെന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുന്നുകളുണ്ടായിരുന്നു. എല്ലാവരും പോയി അവിടെ എല്ലാം കയറി. ഞാൻ അവിടെ ഒരിടത്ത് കയറിയിട്ട് ഞാൻ പിന്നെ പോയി ഒരിടത്ത് ഇരുന്നേതേ. മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുന്നുകളൊക്കെ. അപ്പോഴത്തേക്ക് നീലു സുന്ദു നല്ല ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും സുനിത ചേച്ചിയൊക്കെ കുടയും പിടിച്ചൊക്കെ നിൽക്കുവാണ് കേട്ടോ. ഇതായിരുന്നു അവരുടെ ടീം, തൊഴിലുറപ്പിൻ്റെ ടീമുണ്ടല്ലോ. എല്ലാവരും ഇല്ല ഇതിനകത്ത് കേട്ടോ. ഈ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ട് സൈഡിൽ നടി ഈ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബോട്ടിങ്ങിന് ഇങ്ങനെ ഒരു ഏരിയയൊക്കെ ഉണ്ടായിരുന്നേ. കുന്നുംപുറമാണ്, അവിടെയാണ് ബോട്ടിങ്. അത് ഓർക്കണം നമ്മൾ. അവരതവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നാലും കുന്നിൻ്റെ പുറത്ത് ബോട്ടിങ് എന്നൊക്കെ പറയുമ്പോഴേ അതൊരു രസമല്ലേ. അതൊക്കെ നിന്ന് കണ്ടു, എൻജോയ് ചെയ്തു, അത്രയേ ഉള്ളൂ. മക്കളെ അങ്ങോട്ടൊന്നും കയറ്റിയതൊന്നുമില്ല ഞങ്ങൾ. പിന്നെ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. നീലമ്മ പിണക്കം കാണിക്കുന്നതേ ആ ബോട്ടിങ്ങിന് കയറ്റാത്തതിൻ്റെ ഒരു വാശി പിടുത്തമാണ് കേട്ടോ. മണിയണ്ണനും കുഞ്ഞാണ്ണനും ആരും ഇല്ലാത്ത യാത്രയാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിനകത്തൊക്കെ കയറ്റിയിട്ടേ നമുക്കതൊരു പേടിയായിരുന്നു. മുട്ടപ്പാറയിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് തങ്ങൾപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ പാറയുടെ പുറത്തോട്ട് ഞാൻ കയറാൻ പോയില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മമാരെല്ലാം ബഹളം തുടങ്ങി. ഇതെന്താടെ എല്ലാം പാറകൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കുറേ അമ്മമാരൊക്കെ കയറി. നമ്മുടെ അമ്മ കയറാൻ പോയില്ല കേട്ടോ. അമ്മ ജസ്റ്റ് ഇറങ്ങി വെളിയിലൊക്കെ വന്ന് നോക്കിയിട്ട് എല്ലാവരും പോയിട്ട് വരുന്നത് അരമണിക്കൂർ കണ്ട സമയം കൊടുത്തത്. ആ സമയം വരെ അമ്മ പോയി ബസ്സിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു ചെയ്ത്. ഞാനും രമ്യ ആ സമയത്ത് കുഞ്ഞുങ്ങളെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളാണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന്. പിന്നെ വന്ന സ്ഥലം മരുതൻമലയാണോ മുരുകൻമലയാണോ ആ ഒരു പേര് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. മുരുകൻമലയെന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം കിട്ടിയത്. ഞാൻ ആ പേര് മറന്നുപോയേ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടേ ഒരു ദിവസം സ്റ്റേ ചെയ്യണം. നൈറ്റ് പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് അത് നിന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ആ കോട ഇറങ്ങുന്നത് കണ്ടോ നിങ്ങൾ? കോട ഇറങ്ങുന്നതാണ്, കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. എൻ്റെ ഫോണിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഈ കോടയൊക്കെ കാണുന്നത്. നമുക്കിത് ഈ യാത്ര കൊണ്ട് സന്തോഷം ഉണ്ടായോ ഇല്ലയോ? അമ്മയ്ക്ക് ഈ യാത്ര ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്മ നല്ല വൃത്തിയായിട്ട് എൻജോയ് ചെയ്ത്. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഇവർ ബസ് കൊണ്ട് നിർത്തി അങ്ങ് താഴെയായിരുന്നു. പിന്നെ നമ്മൾ ഈ കുന്നിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് തിരിച്ചിറങ്ങി പോകുന്ന ഈ സ്റ്റെപ്പ് വഴിയാണേ. അപ്പം ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് എടുത്തേ. അമ്മയും നീലുമൊക്കെ ഇറങ്ങി പോകുമായിരുന്നു. അവർക്കങ്ങനെ ടയേർഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ആ സമയമായപ്പോഴേ നല്ല വൃത്തിയായിട്ട് ടയേർഡായിട്ടുണ്ട്. ഈ ഫോട്ടോയിലൊക്കെ എൻ്റെ മുഖം കാണുമ്പോൾ പറയാം ഞാൻ എത്രത്തോളം ടയേർഡായിട്ടുണ്ടെന്ന്. അവിടുന്ന് പോരുന്നു പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറി. ഇതായിരുന്നു നൈറ്റിലത്തെ ഫുഡ് മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തോളൂ. ബാക്കി എല്ലായിടത്തും ചെല്ലുമ്പോൾ കഴിച്ച് കഴിയുമ്പോഴായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോകളുമായി എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.